എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ നൈറ്റ് ഡ്യൂട്ടി ഒരു 1.5 നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ ഒരു സൺഡേ മൊത്തം അങ്ങനെ പോയി, ക്ഷീണിച്ച് പോയി. ഇപ്പോഴാണ് നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചത്. മമ്മീനെയും പപ്പേനെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മമ്മീനെ കിട്ടാനാണ് ഇപ്പൊ ഏറ്റവും പാട്. അമ്മാമേനെ കാണാൻ ഞങ്ങളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അമ്മാമ്മ ഭയങ്കര ബിസി ലേഡിയാണ്. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തേക്ക് കുറെ നാൾക്ക് ശേഷം കറങ്ങാൻ പോവാൻ വേണ്ടി മമ്മീനെ കിട്ടിയത്. പപ്പയും ചേട്ടനൊക്കെ ഉണ്ട് അല്ലേ ചേട്ടാ? യെസ്. കൊച്ചിനെ എന്നിട്ട് പല്ലേപ്പിക്കണോട്ടാ. നീ തേച്ചിലും കുഴപ്പമില്ല, കൊച്ചി പെങ്കൊച്ചാണ്, പാരമ്പര്യം ഉണ്ട്. അതെ, പല്ല് തേക്കാത്ത എനിക്ക് ഞാൻ പല്ല് തേക്കാത്തോണ്ട് എന്റെ പല്ല് പോയത്. മനസ്സിലായ? നമ്മള് ആക്ച്വലി പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. എവിടേക്കാ പോകുന്നതെന്ന് ഇതുവരെ അറിയത്തില്ല. നമ്മള് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഉണ്ണി ചേച്ചി ഞാൻ ഫാമിലി നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാൻ എപ്പോഴും 4:30 ബസ്സിനാ പോവാറ്. പക്ഷെ ഇന്നലെ എന്റെ ബസ് ഉണ്ടായില്ല. ലാസ്റ്റ് എന്റെ അമ്മായിമ്മ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സ്കൂട്ടർ അങ്ങോട്ട് പറപ്പിച്ച് റൈഡറായിട്ട് വന്ന് അപ്പോളെ വരെ കൊണ്ടാക്കിയില്ലേ. പോലീസൊക്കെ കണ്ടു ഹെൽമെറ്റ് വെക്കാത്തതിന്. മമ്മി നിർത്തിയില്ല, തളർന്നില്ല, അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഉണ്ണി ചേച്ചി നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. പേര് പറ. മോളെ നമ്മളിപ്പോ തൽക്കാലം റോൾസ് റോയ്സിലെല്ലാം പോകുന്നത്. അത് കൊച്ചിന് ഡാഡ മേടിച്ചു തരാൻ പോകുന്നത് റോൾസ് റോയ്സ്. ഇപ്പഴേ നമ്മളെ ഡാഡയുടെ കാർ ഏതാ? അതിന് പേര് മറന്നു പോയിട്ടാ. അപ്പാപ്പയുടെ കാറിന്റെ പേരെന്താ? പോയി. ഓ കണ്ടോ എസോ അവിടെ വീണച്ചേട്ടനെ? എസോ കണ്ടോ? എവിടേക്കാ പോണേ ശരിക്കും ചേട്ടാ? പ്ലെയിൻ പറക്കണത് കാണിക്കാൻ പോകും. പ്ലെയിൻ പറക്കാൻ കാണിക്കാൻ പോകുന്നതാ. മമ്മി സ്പോൺസർ ചെയ്യും. ഞങ്ങളുടെ മമ്മി റിച്ചാ. തായ്ലൻഡേ കൊണ്ടുപോകും മമ്മി. പ്രേതം എങ്ങനെയാ ചിരിക്ക? പ്രേതം എങ്ങനെയാ ചിരിക്ക? അങ്ങനെയാണോ പ്രേതം ചിരിക്ക? പ്രേതം എങ്ങനെയാ ചിരിക്ക? കാര്യം ചോദിക്കട്ടെ, അമ്മയുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ള ബേബിക്ക്? പോവാനോ? എന്താണ് പറയാനുള്ളത്? എന്തത്? എസുവിനെ പ്ലെയിൻ കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വന്നേക്കുന്നത്. കൊറേ ആൾക്കാർ പ്ലെയിൻ കാണാൻ വന്നിട്ടല്ലോ. ബേബി പ്ലെയിൻ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് കഴിച്ചു. ബേബിക്ക് കാണാൻ വേണ്ടി ഒരു പ്ലെയിൻ വന്നാ മതിയായിരുന്നു. വന്ന് എസുവിന്റെ ആര് വന്ന്? എന്തുകൊണ്ടാണ് ഇത്രയും കാറുകളുണ്ടായിട്ടും ഇവിടെ ഒരു കടയില്ലാത്തത്? സ്ഥലമില്ലാത്തതുകൊണ്ടാ? ഇതോ റോഡോ? എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുന്നല്ലേ? അതുകൊണ്ടൊന്നല്ല. കടകൾ വന്നു കഴിഞ്ഞാലേ ഇവിടെ പക്ഷികൾ വരും. പക്ഷികൾ വന്നു കഴിഞ്ഞാൽ ആരാ പറഞ്ഞു തന്നെ ചേട്ടത്? ആരാ പറഞ്ഞു തന്നിട്ടുള്ളത്? അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഞാൻ ഇത്രയും കഷ്ടം. നമ്മളൊരു പ്ലെയിൻ വരാൻ വേണ്ടി യുഗങ്ങളുടെ കാത്തിരിപ്പാണല്ലോ. കൊച്ചിനെ പക്ഷെ നമ്മൾ ഈ പ്ലെയിൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കൊച്ചു ഭയങ്കര ചെറുതായിരുന്നു. ഓർമ്മയൊന്നുമില്ല. ചീത്തയാവും. ബേബിയുടെ മടിയിലിരുന്ന ബേബി ചുളിഞ്ഞു പോവും.
എന്തായി സാധ്വി സ്മേരനാണ് നല്ല ഭംഗി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ണി? എന്തെന്ന് പുതിയ ബ്രാൻഡ് എന്തെന്ന് മേക്കപ്പ് പുതിയ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. എന്താണ് യാഷിക്ക് തന്നെ എയർലൈൻസ് വാങ്ങണോ? എമിറേറ്റ്സ് മതിയാ? എന്താണ് യാഷ് മറ്റേ സെറ്റായോ കൊറിയൻ ഗൈ? കൊറിയനിൽ ആരൊക്കെ സെറ്റാന്ന് കേട്ടും? ബേബി ആദ്യമായിട്ട് കാണേ. ബേബി പോയിട്ടുണ്ടല്ലോ ട്രെയിനില്. ചെറുപ്പത്തിലല്ലേ ഓർമ്മ? ബേബി അന്താളിഫൈഡ് ആയിട്ട് നോക്കണ്ടല്ലോ. ട്രെയിൻ കണ്ടിട്ടില്ലേ ഇതുവരെ? അതില് കുറച്ച് ചേട്ടന്മാരെ കണ്ടാ? ഓ ചേട്ടന്മാരുണ്ടോ? എന്നാ ഞങ്ങൾ നോക്കട്ടെ. പൊട്ടനാണോ? എല്ലാരും പോസ്റ്റാണ്. ദേ മമ്മി റോഡൊക്കെ ക്രോസ് ചെയ്ത്. എന്താ പ്ലാൻ? പ്ലെയിൻ അവിടുന്ന് വരാ. ട്രെയിൻ പോയിന്ന് പോയിട്ടുണ്ടെന്ന്. ട്രെയിനില് പോയിട്ടുണ്ടോ? ആണോ? എപ്പോ? നാളെ പോയിട്ടുണ്ടല്ലേ? ഓക്കെ. മറ്റേ മഡോണ പറഞ്ഞല്ലോ ഞാൻ നമുക്ക് പാട്ട് വെച്ചാലോ? യാഷി പാട്ടൊക്കെ ഉണ്ടോ? യാഷി ഒരു റാപ്പൊക്കെ ഇപ്പൊ പാടും. ഇത് ശരിയല്ല. ക്യാമറയുടെ മുന്നിൽ കൊണ്ട് പാടാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പാടുകയാണ്. ഏറ്റവും കൂടുതൽ ലാഭമായിട്ടുള്ളത് യാഷിക്കാണ്. ഈ ഹെയർ കളറിന് എത്ര പഴക്കമുണ്ട് യാഷി? 1.5 ഇയേഴ്സ്. 1.5 ഇയേഴ്സ് ആയിട്ട് ഇതുവരെ ഈ കളർ ചെയ്തത് പോയിട്ടില്ല. 2 ഇയേഴ്സ് ആവാറായി ഈ കളർ ചെയ്തത് ഇതുവരെ പോയിട്ടില്ല. ഭയങ്കര പോസ്റ്റ് പരിപാടി ആയിട്ടാ. ഫ്ലൈറ്റ് ഒന്നും വന്നില്ല. പ്ലെയിൻ കണ്ടോ? പ്ലെയിൻ ഇവിടെ വരെ സ്റ്റാർട്ട്. എനിക്ക് മാത്രമാണോ പ്രശ്നമുള്ളത്? പിള്ളേരൊക്കെ നൈസായിട്ട് പോകുന്നുണ്ടല്ലോ. ബോഡി വെച്ചോണ്ടാന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം വരുന്നത്. അതായിരിക്കും, ബോഡി വെയിറ്റ് തന്നെ ആയിരിക്കും. നാളെ തൊട്ട് നമ്മൾ ജിമ്മിൽ പോവാണ്. മതി, നിന്റെ സബ്സ്ക്രൈബേഴ്സിനും അടുത്തുണ്ടാവും. ജിമ്മിൽ പോകാന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ശരിക്കും വീട് പോകുന്നു. പക്ഷെ ഞാൻ ശരിക്കും ജിമ്മിൽ പോവാണ്. ചേട്ടനെ കൊണ്ടുപോകുന്നതായിരിക്കും. സ്കൂളിൽ മറ്റേ നെറ്റിന്റെ മുകളിൽ കൂടെ പോണ സാധനമുണ്ട്. അതിൽ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. നിന്റെ സ്കൂൾ ഏതാണ്? ഡോക്ടർ രാജദേവ്സ് ഇന്റർനാഷണൽ സ്കൂൾ. പക്ഷെ വർത്തമാനം കേട്ട് നിന്റെ സ്കൂൾ പോലെയാണ് നീ പറയുന്നത്. അത് എന്റെ സ്കൂളാണ്. ആരും വന്ന് ഇടിക്കാതിരിക്കാനായിരിക്കും. ഒരു ബോഗി കാണാണ്ടായ അതിന്റെ പുറകിൽ എക്സ് മാർക്ക് ഉണ്ടാവും. അതാണ് ലാസ്റ്റത്തെ ബോഗി. അത് കാണാനില്ലെങ്കിൽ ആ ബോഗി കാണാനില്ല. ആ ബോഗി അറിയില്ലായിരുന്നോ? സങ്കടപ്പെട്ടിരിക്കണേ. പ്ലെയിൻ വിചാരിച്ച പോലെ കാണാൻ പറ്റില്ലല്ലേ? കണ്ടല്ലോ, ഒരു പ്ലെയിൻ കണ്ടില്ലേ? 1 പ്ലെയിൻ കണ്ടില്ലേ? അത് സ്ഥിരം വായ നോക്കി. എന്താ ചേട്ടാ? എന്താ ചേട്ടാ? എന്താ ചേട്ടാ? എന്താ ചേട്ടാ? സുന്ദരികളെ ഇവിടെ പോയപ്പോ ഉണ്ണി എന്നെ നോക്കി, ഞാൻ നോക്കണ്ടെന്ന് നോക്കി. ഞാൻ നോക്കിയില്ലായിരുന്നു, അതാണ് സത്യാവസ്ഥ. എന്താ ചേട്ടാ? എന്താ ചേട്ടാ? എന്താ ചേട്ടാ? ഒന്നുമില്ല ചേച്ചി. ചേച്ചിമാര് കൊറേ ഉണ്ട്. മമ്മി വായ നോക്കുന്നു. കുടുംബായിട്ട് വായ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാരും. വന്നത് ഫ്ലോപ്പ് ആയിട്ട് നമുക്ക് നേരിട്ടൊരു ഫ്ലൈറ്റ് കാണാൻ പറ്റിയില്ല. പ്ലെയിൻ കാണാൻ
അപ്പൊ കുഞ്ഞു ഡ്രസ് ഇടുന്നത് കുഞ്ഞു ഡ്രസ് ഇട്ടാണ് റിച്ച് ആവുള്ളൂ. നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് കാശ് വേണം, ഭാര്യ ഡ്രസ് കൊടുക്കണം. ശശിയില്ലേ ഫ്ലൈറ്റ് കാണാൻ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ അപ്പുറത്തൊരു ടീം വന്നിട്ടുണ്ട് നല്ല അടിപൊളി. ആ മമ്മി വായനോക്ക് ഏറ്റവും റോ വായനോക്ക് മമ്മിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പ്ലെയിൻ കണ്ടില്ലെങ്കിലും കാണേണ്ടവരെയൊക്കെ കണ്ടില്ലേ? ഇത്ര ആൾക്കാർ ഇത്രയും സമയം നമ്മള് ചെലവഴിച്ചിട്ട് അളിയോ പേടിക്കല്ലേ? ഇത്ര അധികം ആൾക്കാരില്ലേ? എല്ലാരും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് പായസം കുടിക്കാൻ വന്നു അല്ലേ? മഴയത്ത് ചായ കുടിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയത്ത് പായസം കുടിക്കാൻ വേണ്ടി വന്നേക്കാം. എന്താ ബേബി? അതെയാ നമ്മളെ ക്ലിനിക്കുള്ളിയുടെ പേരാക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. എന്തായാലും ഇനിയിപ്പോ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുള്ളൂ. കുടിച്ചോ കുടിച്ചോ. അമേരിക്ക വേണം തരാട്ടെ തരാട്ടാ. കുടിച്ചോ കുടിച്ചോ എടുത്തോളാം. നമ്മളതേ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇത് ഏതാണോ കടപ്പണ്ട് ഇവിടെ ലുക്കാമോ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ആ സെയിം തന്നെയല്ലേ? ബേബി റോങ് പ്ലേസിലാന്ന് വന്നേക്കുന്നേ. ഇവിടെ പാനിപ്പൂരി ഇല്ല. പറഞ്ഞതോ ചേച്ചിനെ ഓർഡർ നോക്കുന്ന സമയത്ത് വീഡിയോ അതെന്താ പ്രശ്നം വെച്ചപ്പോ ഞങ്ങൾക്ക് ഒരു ഫുഡിനെ കുറിച്ചൊരു അഭിപ്രായം ഇല്ല. ഞാനെന്താ ഓർഡർ ചെയ്യണമെന്ന് ചോദിച്ചു. ഫസ്റ്റ് വരുന്ന ഫുഡ് അതെ സാത്ത് എല്ലാരും ഞാൻ അറ്റാക്കായിരിക്കും. അറ്റാക്ക് ഇത് കോമ്പറ്റീഷനാണ്. ഇതിപ്പോ അറ്റാക്കാണ്. അറ്റാക്ക് ബേബി വരെ വിട്ടു കൊടുത്തിട്ടില്ലേ? ബേബി ചൂടുണ്ടാ? അയ്യടി ക്രിസ്പി ഫ്രൈസ്, ബീഫ് സ്റ്റീക്ക്, എന്താ ചേട്ടാ യമന്റെ സാധനം? ബീഫ് കാണുമ്പോ തന്നെ പേടിയാവുന്നു. എല്ലാവരുടെ വയറ് നിറഞ്ഞില്ലേ? എന്താണ് ഇവിടെ? യുദ്ധം കഴിഞ്ഞു. ഒരു യുദ്ധം നടന്നു. കത്തിയും പടിവാളൊക്കെ ഇതാണ് ബേബി. നാളെ സമ്മയ്ക്കും എല്ലാരും അല്ലേ? എങ്ങനെയുണ്ട്? നല്ലതാണോ? ഞെട്ടിയോ? അവിടെ എന്തോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ കഴിഞ്ഞില്ല ഇന്നത്തെ പരിപാടി. ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇഷ്ടായോ ബേബി? ഇഷ്ടായോ? ആവാണോ ഗൈസ്? റൊമാൻറ്റിക് ആവാണോ അവിടെ? ശരിക്കും അങ്കമാലിന്ന് ഇങ്ങനെ ഫോൺ നോക്കണേ. ആളിയെ വളഞ്ഞു തിരിഞ്ഞ് ഫോൺ നോക്കണ. ഇവർക്ക് മതിയായില്ല, അതുകൊണ്ട് വീണ്ടും വന്നു. ഇവർക്ക് എന്തോ മതിയായില്ല. തുടക്ക വേറെന്തൊക്കെ ചെയ്യും? തുടക്കും, അടിച്ചോരും. തിന്നട്ടെ.
അഭിനയിക്കലും അപ്പൊ ഇന്നത്തെ പരിപാടി അവസാനിച്ചു. ഉണ്ണിയമ്മ പോവാണ്. ഇനി നമ്മൾ കാണില്ല. ബൈ 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 ബൈ. യാഷിയോടെ കിടന്നു. സോ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ഇവിടെ അവസാനിക്കാണ്. സൺഡേ കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് വീണ്ടും പഴയ പോലെ. സോ ബൈ ഗൈസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.